ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തിയാണ് ഈ വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. വാടിച്ചു വെച്ചിരിക്കുക. ഇത്ര ആലോചന വന്നതാ. അവനിക്ക് ഇത് മതിയായിരുന്നു. എന്തോ കൂടുപത്രമാണ്. ഒരു ഗതിയില്ല. വന്നാ? ഒന്നുമില്ല. ഞാൻ ഓരോരോ കാര്യങ്ങൾ, എന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞതാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു സാധനത്തിനാണല്ലോ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്. എന്തുമാത്രം ആലോചനകൾ വന്നതാ. 100 പവന് 200 പവൻ. ആലോചിച്ചു നോക്കേ, 200 പവനൊക്കെ ഞാൻ ഇടുക എന്ന് പറഞ്ഞ ചെറിയൊരു മാനസിക പ്രശ്നം ഒന്നേ ഉള്ളായിരുന്നു ആ പെണ്ണിന്. 200 പവൻ, കാറ്. നിനക്ക് നല്ല സുഖിച്ച് ജീവിച്ചുകൂടായിരുന്നാ? ഇതുമാത്രം. പിന്നെ അത് നിനക്ക് വസ്തുക്കള്. ആ മാധവൻ കൊണ്ടുവന്ന ആലോചനേ അതിന്റെ കാര്യ പറയുന്ന. എന്നിട്ട് ഒരു ഗതിയില്ലാത്ത ഒരു ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ മോളെ കിട്ടിക്കൊണ്ട് വന്നേക്കുന്നു. നാളെ നിനക്കൊരു പൈസയുടെ ആവശ്യം വരുമ്പോ എവിടെ പോവും? നിങ്ങൾ അവളെ ചുമ്മാ കുറ്റം പറയാൻ നിക്ക്. അവൾ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ പെണ്ണ് കേട്ട് കരഞ്ഞോണ്ടിരിക്കുകയോ. എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കൂടുപാത്രം ഉണ്ടല്ലേ. പിന്നെ തലയണ മന്ത്രം, അത് നല്ലപോലെ അവക്ക് വശമുണ്ട്. ചുമ്മാ അല്ല അവ എനിക്ക് വരെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മറുപടി തിരിച്ചു പറയാത്തവനാ പറയുന്ന കേട്ടാ. അവള് തലയണ മന്ത്രം ചെയ്ത് അവളാര് രംഭയോ അവനെ അങ്ങ് കൈക്കെടുത്ത് വെച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവള് വന്ന് കേറി എന്റെ കുടുംബം നശിപ്പിച്ച്. ഉമ്മ ഒന്ന് നിർത്തുമ്മ. ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് വരട്ടെ. ചോറ് എടുത്തു പോയി. അവനും അത് തന്നെ. ഞാൻ രണ്ടും 2 പാത്രമാക്കും. വരട്ടെ. ഷമി, എന്താ ഷമി? ഒന്നുമില്ല ഉമ്മ. ഉമ്മ പറയുന്ന അത് നീ കാര്യമാക്കണ്ട. ബാ, നീ ചോറെടുത്തു പോയി. ബാ, ചോറ്. ഷമി, എന്താ? ഒരു ചുരിദാറാ. ഞായറാഴ്ച കല്യാണത്തിന് ഇട്ടോണ്ട് പോനാ. ആണോ? കൊള്ളാലോ, നല്ല രസമുണ്ട്. നിനക്ക് നല്ലതൊന്നും ഇല്ലല്ലേ, ഞാൻ ഒരെണ്ണം വാങ്ങിയതാ. വാങ്ങിച്ചോ? ഉമ്മാക്ക് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ. ഉമ്മാക്ക് അടുത്ത പ്രാവശ്യം വാങ്ങാം. കൊള്ളാട്ടോ ഇത്. കല്യാണത്തിന് ഇട്ടോണ്ട് പോകുമ്പം നിന്നാരും കുറ്റം പറയല്ലോ. ഇഷ്ടപ്പെട്ടു. കൊള്ളാട്ടോ. നിന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോകുന്നല്ലേ, കാണുമ്പോ ആരും കുറ്റം പറയരുതല്ലോ. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായി ചേരുന്നുണ്ട്. കളറും കൊള്ളാം. എനിക്ക് നന്നായി കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര രൂപയായി? 2500 രൂപയായി. ആണോ? ആദ്യമായിട്ട് എനിക്ക് ഇത്രയും വലിയൊരു പൈസയുടെ സാധനം കിട്ടുന്ന. കൊള്ളാം, ഞാൻ ഇത് തന്നെ ഇടും. എന്താ മോനെ അവിടെ? അതുമ്മ ഷമിയുടെ മാമാടെ മോളെ കല്യാണം അടുത്ത ഞായറാഴ്ചയാണ്. അവക്ക് ഞാനൊരു ചുരിദാർ വാങ്ങി. ഷമി, ആ ചുരിദാർ ഉമ്മക്ക് കാണിച്ചു കൊടുത്തേ. ആണ്ടുമ്മ കളറൊക്കെ കൊള്ളാല്ലേ. നിനക്ക് വാങ്ങാൻ അറിയല്ലേ? ഞാനങ്ങ് വാങ്ങി. ഇവക്ക് ഇത് കളർ ഇണങ്ങത്തില്ല കേട്ടാ. ഇവിടെ നിറത്തിന് ഈ കളറൊന്നും ഇണങ്ങത്തില്ല. നല്ല ചുരിദാറല്ലേ, അവക്ക് ഇണങ്ങത്തില്ല. പിന്നെ ഇത് നാളെ ഞാൻ എന്തായാലും ഷാനി എടുത്ത് പോവാനായിട്ട് ഇരിക്കുക. അവക്ക് കൊടുക്കാം. എന്താ കൊണ്ടുപോകണോന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു. ഒന്നും ഇല്ല, എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാം. അവക്ക് നിറത്തിനാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അവക്ക് ഇത്രയും കൂടിയതും വേണ്ട. ഇത് എത്ര രൂപയായി? 2500. അവക്ക് 100-150 രൂപയുടെ വാങ്ങിച്ചു കൊടുത്താൽ മതി. വലിയ കല്യാണമൊന്നും അല്ലല്ലേ, അങ്ങനെയുള്ള തരത്തിൽ പോയാൽ മതി. പിന്നെ അവള് കാശുകാരിയാണ്. ഇങ്ങനെയുള്ള വലിയ 2500-3000 ഇട്ടോണ്ട്. പിന്നെ
ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നാളെ ഷാനിയുടെ വീട്ടിൽ പോകും, അവൾക്ക് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. അത് നീ ഒന്ന് ഇതാക്കി തരണം. രാവിലത്തേക്ക് തരുവോ? പറ്റുവോ? എത്രയാണെന്നറിയോ? 50,000 രൂപയാ അവള് പറഞ്ഞേക്കുന്നത്. അയ്യോ, 50,000? ഉമ്മ 10-15 ഞാൻ ആരെന്നെങ്കിലും കാലത്തെ പോയി കടം മേടിച്ചോണ്ട് തരാം, അല്ലാതെ ഇത്രയും എമൗണ്ട് ഒന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. ഇപ്പോഴത്തന്നെ ഞാൻ കടം കയറി മുങ്ങി നിൽക്കുക, ഉമ്മക്ക് അറിയാമല്ലോ. അയ്യോ, എന്തോത്തിന് നിനക്ക് ഇത്ര കടം വരുന്നത്? നിന്റെ പെണ്ണും പിള്ളേക്ക് കൊണ്ട് കൊടുത്താ അത് അവളെ വീട്ടുകാർക്ക് കൊണ്ട് കൊടുത്താ? നീ സൗകര്യം കെട്ടിക്കാനും ഒരുപാട് എമൗണ്ട് ഞാൻ കടമായി വലിയൊരു കടക്കാരനായിട്ട് നിൽക്കുവല്ലയോ. ഉമ്മാക്ക് നിന്റെ നീ ജോലി ചെയ്യുന്ന പിന്നെ എവിടെ കളയുന്നു? അവർക്ക് കൊണ്ട് കൊടുക്കാതെ മര്യാദയ്ക്ക് നിന്റെ പെങ്ങൾക്കും ഉമ്മായിക്കും തന്ന് നീ ജീവിക്കാൻ നോക്ക്. ഞാൻ അവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തല്ലേ കെട്ടിച്ചയച്ചത്. ചുമ്മാ എപ്പോഴും പൈസ പൈസ എന്ന് പറയാം, എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഉമ്മ. ഓ, നിന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി നീ അങ്ങ് മാറി. അതുവരെ എന്ത് സ്നേഹമായിരുന്നു. പെങ്ങക്ക് എന്താ വേണമെങ്കിലും വാങ്ങിക്കൊടുക്കണോ എല്ലാം അങ്ങ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇതേ കണക്ക് കൊണ്ടുവരുന്ന ആ സാധനം വന്ന് കേറിയതോടുകൂടി എന്റെ മോളെ അവന് വേണ്ടാതായി. അവനിക്ക് അവന്റെ കാര്യം അവളെ കുറ്റം പറയാൻ നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ, എങ്ങനെയാലും നോക്കട്ടെ. രാവിലെ എനിക്ക് പൈസ വേണേ. രാവിലത്തേക്ക് നീ ശരിയാക്കും. എത്ര രൂപയെന്നറിയോ പറഞ്ഞത്? 50,000 രൂപ. ഞാൻ നോക്കട്ടെ ഉമ്മ. അവക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാർ ഒന്നും ഞാൻ കൊടുത്തിട്ട് തന്നെ. ഒന്നും ഞാൻ കൊടുക്കത്തില്ല. അവളങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഇക്ക, പൈസക്ക് എല്ലാം കൊടുത്തോ? പൈസ എവിടെ ഒത്തില്ലടേ. ഞാൻ 2-3 ചോദിച്ച്. ഒരു കാര്യം ചെയ്, ഇതേ ഉള്ളു എന്റെ കൈ സ്വർണ്ണമായിട്ട്. നിന്റെ അതല്ലേ ഉള്ളോ? കൊഴപ്പില്ല. ഇതിപ്പോ എന്താ ചെയ്യും? പണയം വിൽക്കുകയോ ചെയ്ത് പൈസ കൊടും. ഉമ്മാക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ അവളെയും വിഷമിപ്പിക്കണ്ട. ഇതൊന്നും പോരടോ, അവക്ക് 50,000 രൂപ വേണം. ഇപ്പൊ ഇത് കൊടുക്കാം. ഇപ്പൊ അത്രയൊരു ആശ്വാസം ആവുമല്ലോ. ആവത്തില്ലല്ലോ. ഇത് എന്തായാലും നിന്റെ ഇരിക്കട്ടെ. കാര്യം നിന്റെ വേറൊന്നും ഇല്ലല്ലോ. വേണ്ട, ഉമ്മ വഴക്ക് പറയാം. എനിക്ക് ഉമ്മയുടെ വഴക്ക് കേൾക്കാൻ വയ്ക്കും. ഇത് ഒരു കാര്യം ചെയ്യും, പൈസ കൊടു. രാവിലെ ഉമ്മ പോകാൻ ഒരുങ്ങിയിരിക്കും. അപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഞാൻ കൊണ്ടുവച്ച് കൊണ്ട് കൊടുക്കാം അല്ലേ? കൊടു. ഉമ്മ, ഞാൻ പറഞ്ഞ പൈസ മൊത്തം ഉണ്ടാവനെ. ഉമ്മ 10,000 രൂപ എനിക്ക് മറിക്കാൻ പറ്റിയുള്ളൂ, അത്രേ ഉള്ളോ. 50,000 അവള് ചോദിച്ചത്. ഞാൻ ഇതെങ്ങനെ കൊണ്ട് കൊടുക്കും? ഉമ്മ, ഈ വീടിന്റെ പ്രമാണം എനിക്ക് ലോൺ വയ്ക്കാൻ തരുമോ? എന്തിനാ? ഷാനിയുടെ കല്യാണത്തിനൊക്കെ കടം വാങ്ങി ഒരുപാട് കടം എനിക്കുണ്ട്. അതിന് പ്രമാണോ? നീ ജോലി ചെയ്തോണ്ട് വീട്ടണം. ബാങ്കിൽ ലോൺ വയ്ക്കുമ്പോ പലിശയും കുറവുണ്ടല്ലേ. ഒരു 4-5 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചെടുത്ത് തരാം. അതൊന്നും പറ്റത്തില്ല. ഇതെന്റെ മോക്കുള്ളതാ. നിനക്കാ? ഉമ്മ, മോക്കുള്ളതാ എനിക്ക്? നിനക്കാ? നിന്റെ അടുത്ത് അതല്ലേ പറഞ്ഞല്ല, സ്ത്രീധനമുള്ള വീട്ടിലെ പെണ്ണിനെ കേട്ടാൻ. അപ്പൊ നിനക്ക് അതുകൊണ്ട് ജീവിച്ചു വിടായിരുന്നാ? ഇതെന്റെ മോക്കാ, അവക്ക് ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. ഉമ്മ, അവക്ക് കൊടുക്കാനുള്ള എല്ലാം നമ്മൾ കൊടുത്ത് കെട്ടിച്ചു വിട്ടല്ലേ. അപ്പൊ എനിക്കാ? ഇതെല്ലാം കൂടെ അവക്ക് കൊടുത്താലോ? എനിക്ക് എന്റെ മോളെ കൂടെ ജീവിക്കാനാ ഇഷ്ടം. ഈ വീടും പുരയിടും അവക്ക് കൊടുത്താ എനിക്ക് അവളെ കൂടെ ജീവിക്കാം. അല്ല, നിന്റെ അവളെ കൂടെയാ? നിനക്കെല്ലാം വേണമെന്ന് നല്ല കാശുള്ള വീട്ടിലെ പെണ്ണെ കെട്ടണമായിരുന്നു. അപ്പൊ അവര് വീടും പുരയിടും ഒക്കെ തരത്തില്ലായിരുന്നു. ഒന്നിനും ഗതിയില്ലാത്ത ഒരുത്തിയും കൊണ്ടുവന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് ഇതൊന്നും നിനക്ക് തരത്തില്ല. ഇപ്പോഴെങ്കിലും ഉമ്മ ഇത് പറഞ്ഞ ഞാൻ അറിഞ്ഞ നന്നായി. ശരി. ഞാൻ പോട്ടെ അമ്മ. ഉമ്മ, ഞങ്ങൾ പോവുകയാണേ. ഉമ്മ, ഇത്രയും നാളെ ഞാൻ ജോലി ചെയ്തത് നിങ്ങൾക്കും ഈ വീടിനും വേണ്ടിയായിരുന്നു. ഇതെല്ലാം ഞാനിവിടെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. ബാ.
ഓ ഇത് ഉമ്മ അല്ലേ? അമ്മ നിങ്ങളിപ്പോ എവിടെ ഇത്? ഉമ്മ എവിടെ പോയിട്ട് വരുന്ന? ഒന്നും പറയണ്ട മോനെ, അവൾ എന്നെ ഒരു ജോലിക്കാരിയായിട്ട് അമ്മനെ കാണുന്ന. എന്റെ മുതലെല്ലാം അവൾ എഴുതിയെടുത്തിട്ട് അന്ന് തൊട്ട് അവൾക്ക് ഞാൻ ജോലിക്കാരിയാ. എനിക്ക് ആഹാരവും തരത്തില്ല, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം, മരുന്നോ ഒന്നും തരത്തില്ല. ആഹാരം എന്ന് പറഞ്ഞ തിന്നിട്ട് അടുക്കളയിൽ തന്നെ കിടക്കണം. ഉമ്മാക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്ത് ചെയ്യാം, പറ്റിപ്പോയി. ഞാൻ ഉമ്മായുടെ എൻ്റെ വീട്ടിൽ വാ. ഉമ്മായ എൻ്റെ വീട്ടിൽ പൊന്നുപോലെ നോക്കും. നിങ്ങൾക്ക് എൻ്റെ ഉമ്മായിട്ട് തന്നെ കഴിയാം. എന്നോട് ചെയ്ത് ചതിയാ മോനെ, എനിക്ക് കിട്ടിയ അള്ള തന്നപ്പ. ഉമ്മാക്ക് വീട്ടിൽ വേലക്കാരായിട്ടില്ല, എൻ്റെ ഉമ്മായെ പോലെ ഉമ്മാക്ക് കഴിയാം. എൻ്റെ ഉമ്മായ ഒരുപാട് ബുദ്ധിമുട്ടിച്ചേക്കുന്നു. വണ്ടി